ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിനും വരിക. അതായത് 2025-26 അധ്യയന വർഷത്തെ ഒരു എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് എന്തായിരിക്കും ഫസ്റ്റ് നൽകിയിട്ടുണ്ടാവുക? സ്റ്റാൻഡേർഡ് 1 ദ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. ഈ പേര് എഴുതാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നന്നായി പഠിച്ചു വയ്ക്കുക. നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദ നെയിം ഓഫ് ദ സ്കൂൾ ഇവിടെ എഴുതുക. ദെൻ ഡിവിഷൻ എഴുതുക. ഇത് നിങ്ങൾക്കുള്ളതല്ലേ അല്ലേ? ഓക്കെ, ഇനി ടീച്ചേഴ്സ് അവർ സൈൻ ചെയ്യാനുള്ളതൊക്കെയാണ് പാരൻറ്റിൻ്റെയൊക്കെയാണ്. ഓക്കെ, ഇതിന് നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ലിസൺ ആൻഡ് ഡു. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ഷീ സേസ്. നിങ്ങൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചറുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2, വാട്ട് ഡസ് ദ മങ്കി സേ. എന്താണ് മങ്കി പറയുന്നത് എന്നാണ് അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ ആരാ കൂട്ടുകാർ ഫസ്റ്റ് പറയും? നോക്കൂ, ബസ് പറയുകയാണ് അല്ലേ. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ കാർ എന്താ പറയുന്നത്? നോ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് ആര് പറഞ്ഞു? കാറ് പറഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ എന്താ? യെസ്, എന്താ ഇനി പറയുന്നത്? ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദ ബസ്. അപ്പം മങ്കി എന്തായിരിക്കും കൂട്ടുകാരെ പറയുന്നത്? നോക്കൂ, നോ ഇറ്റ് ഈസ് ദ കാർസ്. നോ ഇറ്റ് ഈസ് ദ കാർസ് എന്താവും? മിസ്റ്റേക്ക് അല്ലേ. നോ ഇറ്റ് ഈസ് ദ കാർസ് മിസ്റ്റേക്ക്. ഇത് കാറിൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ് ആര് പറയുന്നത്? മങ്കി പറയുന്നത്. അപ്പോൾ വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾ എന്താ എഴുതേണ്ടത്? യെസ്, മിസ്റ്റേക്ക് എന്നല്ലേ. അപ്പം ഇനി സ്പെല്ലിംഗ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്താണ്? അതാ യെസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ മിസ്റ്റേക്കിൻ്റെ സ്പെല്ലിങ്. ഇതുപോലെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 കളർ ആൻഡ് മാച്ച് ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3 കളർ ആൻഡ് മാച്ച്. ലുക്ക് ഇറ്റ് ദ ഫോളോയിങ് ടേബിൾ. റീഡ് ദ കളർ ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി. ഡ്രോ എ ലൈൻ ആൻഡ് ജോയിൻ ദം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കളർ കൊടുക്കാം അല്ലേ. ഗ്രീൻ മാംഗോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാങ്ങയ്ക്ക് എന്ത് ചെയ്യുക? യെസ്, ഗ്രീൻ കളർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ദെൻ എ റെഡ് ബസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി ബസ്സിന് എന്ത് നിറമാണ് കൊടുക്കേണ്ടത്? റെഡ് അല്ലേ. അപ്പോൾ ബസ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക? റെഡ് കളറ് കൊടുക്കുക. ഓക്കെ, ദെൻ എ ബ്ലാക്ക് എലിഫൻറ്റ്. എലിഫൻറ്റ് ഏത് നിറമാണ്? ബ്ലാക്ക് ആണല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ബ്ലാക്ക് നിറം കൊടുക്കാവുന്നത്. ദെൻ എ ബ്ലൂ ജീപ്പാണല്ലേ. പിന്നെ എന്ത് ചെയ്യുക? ജീപ്പിന് ബ്ലൂ കളറും കൊടുക്കുക. ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡ്രോ എ ലൈൻ ആൻഡ് ജോയിൻ ദം. വരച്ച് യോജിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്രീൻ മാംഗോ ഇവിടേക്കല്ലേ. റെഡ് ബസ്, എ ബ്ലാക്ക് എലിഫൻറ്റ്, എ ബ്ലൂ ജീപ്പ്. അപ്പോൾ ഇതുപോലെ വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആക്ടിവിറ്റി റീഡ് ആൻഡ് കംപ്ലീറ്റ്. സെലക്ട് ഫ്രം ദ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കൂ, ബോക്സിൽ കുറേ വേർഡ്സ് നൽകിയിട്ടുണ്ട്. then എന്ത് ചെയ്യും? ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർഡ്സ് ഉപയോഗിക്കൊണ്ട് പൂരിപ്പിക്കണം അല്ലേ, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ദ എലിഫൻറ്റ് ഹാസ് ഡേഷ് ഇയേഴ്സ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരിക? റിങ് നൽകിയിട്ടുണ്ട്, ബിഗ് നൽകിയിട്ടുണ്ട്, ലോങ് ലെഗ്സ് ഉണ്ട്, ദെൻ 3 വീൽസ് ഉണ്ട്, എ സ്മോൾ ബീക്ക് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എലിഫൻറ്റിന് എങ്ങനെയുള്ള ചെവികളാണുള്ളത്? ബിഗ് ആണല്ലേ. അപ്പം ആൻസർ എന്താ വരുന്നത്? എലിഫൻറ്റ് ഹാസ് ബിഗ്. അപ്പം ബിഗ് എന്ന് ഇവിടെ നിങ്ങൾ എഴുതുക. ദെൻ ദ ജിറാഫ് ഹാസ് എന്താണുള്ളത്? ലോങ് ലെഗ്സ് ആണല്ലേ, നീളമുള്ള കാലുകൾ. ദെൻ സ്പാരോ ഹാസ് ഏതായിരിക്കും? യെസ്, സ്മോൾ ബീക്ക്. അപ്പോൾ സ്മോൾ ബീക്ക് എന്ന് നിങ്ങൾ ഈ വിട്ടുപോയ ഭാഗത്ത് എഴുതി കൊടുക്കുക. ദെൻ ദ പാരറ്റ് ഹാസ്, പാരറ്റിന് എന്താണ്? ഒരു റിങ് ഉണ്ടല്ലോ, അതിൻ്റെ കഴുത്തിലായിട്ട് നോക്കൂ, റിങ് പോലത്തെ അതുണ്ടല്ലേ. അപ്പോൾ ദ പാരറ്റ് ഹാസ് എ റിങ് എന്ന് നിങ്ങളിവിടെ എഴുതുക. ദെൻ ദ ഓട്ടോറിക്ഷ വാസ്, ദ ഓട്ടോറിക്ഷ ഹാസ് എന്തുണ്ട്? 3 വീൽസ് ഉണ്ട് അല്ലേ, അതിന് 3 ചക്രങ്ങളുണ്ട് അല്ലേ. ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. ആ 3 വീൽസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് എടുത്തെഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5 നോക്കാം. ആഡ് എ ലൈൻ. കാർ, സ്മോൾ കാർ, toot car, car, blue car runs on the road. The next നോക്കൂ, bus, big bus, honk bus, green bus runs on the road.
ആഡ് എ ലൈൻ ടു ദ റൈം. അപ്പോൾ ഈ റൈമിന് വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ എങ്ങനെ എഴുതാം നമുക്ക്. ജീപ്പ്, സ്മോൾ ജീപ്പ്, ഡോട്ട് ഡോട്ട് ജീപ്പ്. ഇനി എന്താ അവിടെ എഴുതേണ്ടത്? ജീപ്പ് എന്താ അവിടെ എഴുതേണ്ടത് കൂട്ടുകാരെ നോക്കൂ. ഗ്രീൻ ബസ് നൽകിയിട്ടുണ്ട്, ഇവിടെ ബ്ലൂ കാർ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാം? ജീപ്പ്, റെഡ് ജീപ്പ് എന്ന് എഴുതാമല്ലേ. ജീപ്പ്, റെഡ് ജീപ്പ് എന്ന് എഴുതാമല്ലോ. റൺസ് ഓൺ ദ റോഡ്. അപ്പോൾ ജീപ്പ്, സ്മോൾ ജീപ്പ്, ടൂട്ട് ടൂട്ട് ജീപ്പ്, ജീപ്പ്, റെഡ് ജീപ്പ്, റൺസ് ഓൺ ദ റോഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.